ബോസ് സീസൺ 7 എപ്പിസോഡ് 63. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡ്. ഇന്ന് തുടക്കം തന്നെ ബിഗ് ബോസ് ആദ്യം ഒരു ടാസ്ക് കൊടുത്തു. അപ്പോൾ ആ ടാസ്ക് കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി അതെന്തായാലും തിരിച്ച് ബിഗ് ബോസിനെ തിരിച്ച് ചോദിക്കാനുള്ളൊരു പരിപാടിയാണെന്ന്. അപ്പോൾ ഇന്ന് ഏകദേശം പറഞ്ഞ എല്ലാ ആളുകളും പറഞ്ഞത് സത്യം എന്നാണ്. ബിഗ് ബോസിനെ കുറിച്ച് അഭിപ്രായം പറയൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞു ബിഗ് ബോസ് ഈസ് എ സാഡിസ്റ്റ്. അപ്പോൾ എന്താണ് അത് സത്യം തന്നെയാണല്ലോ. നമ്മൾ കാണുന്നവർക്ക് നമുക്കറിയാറുണ്ടല്ലോ. കാശും തരുന്നുണ്ട്, തമ്മിൽ തല്ലരുതെന്ന് പറയുന്നുണ്ട്, കണ്ടൻറ് ഉണ്ടാക്കി തരുന്നുണ്ട്. ആ കണ്ടൻറ്റിനെ കുറിച്ച് നമ്മൾ അടി ഉണ്ടാകുന്നുണ്ട്. അവർ തന്നെ കണ്ടൻറ് തരും, അതിൻ്റെ പേരിൽ നമ്മൾ അടി ഉണ്ടാക്കും. എന്നിട്ട് ലാലേട്ടൻ വരും, അടി ഉണ്ടാക്കണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ അതന്നെ ഇപ്പോൾ എന്തായാലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടവർക്കും കാണുന്നവർക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് എന്തായാലും ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു. അവർക്ക് ഈ വക തല്ലുണ്ടാക്കിയാലേ അവർക്ക് ചാനൽ റേറ്റിംഗ് ഉള്ളൂ, ആളുകൾ കാണാനുള്ള ത്വരയേ ഉള്ളൂ, എന്താ ഇവരിങ്ങനെ എന്ന് സംസാരിക്കുകയുള്ളൂ. അങ്ങനെ ആകെ പ്രശ്നമായിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിനായിട്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ആ പറഞ്ഞതിന് ഫുള്ളായിട്ട് യോജിക്കേണ്ട, എന്തായാലും നമുക്കില്ലെന്ന് പറയുന്നില്ല. പിന്നെ ആദിലൊക്കെ പറഞ്ഞത് ഭയങ്കര കോമഡി ആയിട്ട് നല്ല രസമായിട്ടാണ് സംസാരിച്ചത്. അതിനെ തിരിച്ചും ബിഗ് ബോസ് നല്ല കോമഡി പോലെ തന്നെ പറഞ്ഞത്. പിന്നെ അത് ഇവരുടെ വീട്ടുകാർ വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ വന്ന് സംസാരിച്ചതിൽ കുറച്ച് പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് വീട്ടുകാർ വന്നത്. കുറച്ച് വളരെ 1-2 പേർക്ക് വലിയ താല്പര്യമില്ല. വീട്ടുകാർ വന്നപ്പോൾ വലിയ ഹാപ്പിയല്ല. അതായത് ജിസൈൽ, നെവിനൊന്നും വലിയ കാര്യമില്ല. ജിസൈൽ വന്നത് അമ്മ വഴക്ക് പറഞ്ഞു എന്നാ പറയുന്നത്, കളിക്കുന്നില്ല, പിന്നെ മാറിപ്പോയി കിടക്കുക, ആര്യനെയും ജിസൈലിനെയും മാറിക്കിടക്കാൻ പറഞ്ഞു. പിന്നെ നീ എന്താ കാണിക്കുന്നത്, കളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സത്യം തന്നെയല്ലേ, ജിസൈൽ കളിക്കുന്നില്ലല്ലോ. ജിസൈൽ ആര്യന് മാത്രം ഉണ്ടായിട്ട് അതൊരു കണ്ടന്റ് ആക്കിയിട്ട് നടക്കുകയായിരുന്നല്ലോ ജിസൈൽ. അത് കളിച്ചിട്ടില്ലല്ലോ. അതാണ് പറഞ്ഞത്. നെവിനെ അതേപോലെ തന്നെ തീറ്റ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പെങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അക്ബറിൻ്റെയും ഒനിയലിൻ്റെയും വിഷയം എടുത്തിട്ടത്. അപ്പോൾ അതിനെ എടുത്തിടുമ്പോൾ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ലാലേട്ടൻ. അത് കറക്റ്റ് വീഡിയോ കാണിക്കുന്നുണ്ട്. അത് എനിക്ക് എന്തായാലും സൂപ്പറായി. വീഡിയോ കറക്റ്റായി ഒനിയലിൻ്റെ ഇരട്ടത്താപ്പ്, ഒനിയലിൻ്റെ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ. കാരണം അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആര്യൻ്റെയും ജിസൈൻ്റെയും ഇഷ്യൂ കഴിഞ്ഞതാണ്. അത് ലാലേട്ടൻ എപ്പോഴും ഒന്ന് സംസാരിച്ച് തീർന്നതാണ്. അതിന് വീണ്ടും അക്ബറിനോട് പോയി സംസാരിച്ച് ഈ മുട്ടനാടുകളെ തമ്മിൽ ചോര കുടിപ്പിക്കുന്നത് പോലെ പോയിട്ട് സംസാരിച്ച് ഇത് ഞാൻ കണ്ടതാണ്, അനുമോളത് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് വന്നത്. പിന്നെ അപ്പോൾ ആ ക്ലിപ്പോട് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പോസ്ഡ് ആയി ഒനിയിലാണ്. അക്ബറിനല്ല അത് പ്രശ്നം. അക്ബർ സത്യസന്ധനാണ്, അക്ബർ നോർമലായിട്ട് സംസാരിച്ചെന്ന് അതിൽ വ്യക്തമായി മനസ്സിലായി. പക്ഷേ ഒനിയലിനാണ് അത് ഭയങ്കരമായിട്ട് ഇതായത്. പക്ഷെ പുറത്തായി. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പുറത്തായിട്ടുണ്ടാവുക. ഇതുപോലെയൊക്കെ ആളുകൾ കാണുകയല്ലേ. നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നത് ഇത്രയും മൈന്യൂട്ടായി ചിന്തിച്ചിട്ടല്ലേ, ഇതൊക്കെ കാണിക്കുമ്പോഴേ അറിയുന്നുള്ളൂ. അല്ലാത്തവർ ഫുൾ ടൈം കാണുന്നവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് തെറ്റായി തോന്നിയിട്ടായിരിക്കും ഒനിയൽ ആഴ്ച എന്തായാലും പുറത്തു പോകേണ്ട അവസ്ഥ വന്നത്. എന്തായാലും അതുകൊണ്ട് അത് പുറത്തായി. ഒനിയൽ അങ്ങനെ എനിക്ക് തോന്നുന്നു മെയിൻ റീസൺ അതൊക്കെയാണ്. എന്തായാലും ഇതൊക്കെ ബിഗ് ബോസ് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ കാര്യം ആരും കേട്ടിട്ടില്ല. അക്ബറും ഒനിയലും മാത്രം സംസാരിച്ചു. അത് കഴിഞ്ഞ് അക്ബർ ജിസൈലിനോട് ഇങ്ങനെ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ അത് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിസൈൽ അക്ബറിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ആ തെറ്റിദ്ധാരണ ഇപ്പം മാറിക്കിട്ടിയെന്ന് മാത്രം. പക്ഷെ മാർക്കറ്റിട്ട് കാര്യമില്ല, രണ്ടുപേരും പുറത്ത് പോകുന്നുണ്ട്. ജിസൈലും പുറത്ത് പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒനിയൽ ഇന്നലെ പോയി, ഇന്ന് ജിസൈലും പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് ജിസൈൽ പുറത്ത് പോകാനും കാരണം എന്താ വെച്ചാൽ കളിക്കുന്നില്ല. അവിടെ അമ്മ എന്നെ വന്നിട്ട് എന്താ പറഞ്ഞത്, നീ എന്താ കാണിക്കുന്നത്, കളിക്കുന്നില്ലല്ലോ, മിണ്ടാതിരിക്കുകയാണല്ലോ, നീ ആര്യൻ്റെ പുറകിൽ നടക്കുമായിരുന്നു ഇവിടെ. അതുകൊണ്ടായിരുന്നു ആ പ്രശ്നം. ഇത് ആര്യൻ്റെ അമ്മയും വന്നിട്ട് എന്താ പറഞ്ഞത്, രണ്ടുപേരും ആദ്യം സെപ്പറേറ്റ് പോയി കിടക്കുമോ എന്നല്ലേ ഫസ്റ്റ് തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞു. പിന്നെ ഇവർ കേക്ക് കൊടുത്തു വിത്ത് ലവ് ലാലേട്ടൻ എന്ന് പറഞ്ഞു. എന്തിനാ ലാലേട്ടൻ ഇവർക്ക് കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത്, അതിൻ്റെ പേരിലും വഴക്ക്.
അതിൻ്റെ പേരിൽ അനുമോള് പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ്, നമ്മൾ അതിൽ യോജിക്കുന്നുണ്ട്. കാരണം ഒരു സാധനം കിട്ടിയാൽ കട്ട് ചെയ്ത് 13 പേരല്ലേ ഉള്ളൂ അവിടെ, അത് വൃത്തിയായി 13 പീസാക്കി കട്ട് ചെയ്ത് എല്ലാവരും ഓരോ പീസ് എടുത്തെങ്കിൽ എത്ര മാന്യതയായി ഉണ്ടാവും. ഇത് കിട്ടിയതും ഈ നഴ്സറി പിള്ളേരെ പോലെ എടുത്തിട്ട് അനുമോള് പറഞ്ഞാൽ JCB കൊണ്ട് മണ്ണ് മാന്തി എടുക്കുന്ന പോലെ സ്പൂൺ എടുത്തിട്ട് വന്നിട്ട് കോരി കഴിക്കുക, അതൊക്കെ വളരെ മോശം. 1-2 പേര് ഇരിക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റ് ഒരു കേക്ക് കൊണ്ട് കൊടുത്താൽ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ഒരു മര്യാദയുണ്ട്. ഇത് ഇത്രയും പേര് 13 പേര് അവിടെ ഉണ്ടാകുമ്പോൾ ഒരു കേക്ക് കൊണ്ട് കൊടുത്താൽ ആ കേക്കിനെ കട്ട് ചെയ്ത് ഒരു വലിയ 2-3 കിലോൻ്റെ കേക്കല്ലേ അത്, അതിനെടുത്ത് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് കഴിക്കാം. അപ്പോൾ ലാലേട്ടൻ പിന്നെ തിരിച്ച് ചോദിക്കുന്നുണ്ട് അനുമോൾ എന്തിനാ, അത് അനുമോളുടെ കാര്യമല്ല, അനുമോൾ ആവശ്യത്തിനടുത്ത് കഴിച്ചിട്ട് മാറിപ്പോയിരുന്നാൽ പോലെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാവർക്കും ഇരിക്കാനൊന്നും പറ്റില്ല ലാലേട്ടൻ, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഷെയർ ഇട്ടൊരു സാധനം മേടിച്ചാൽ ഓട്ടോമാറ്റിക്കലി അതിനെടുത്ത് വെച്ച് ഇത്ര പീസായി കട്ട് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഞങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കേക്ക് കൊണ്ടുവന്നവർ, അത് ഞങ്ങൾ 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യാത്ത മുമ്പ് ഒരാൾ വാരിയപ്പോൾ വഴക്ക് പറഞ്ഞു. അത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും പറയുന്നതാണ്. അതിപ്പോൾ അവനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ ഒന്നുമല്ല, അതൊരു ഭക്ഷണമല്ലേ, അത് കിട്ടുന്ന സമയത്ത് നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് വൃത്തിയായി മനസ്സിന് സമാധാനത്തോടെ വൃത്തിയെടുത്ത് കഴിച്ചാൽ എന്താ പ്രശ്നം? അത് ചെയ്യുന്നില്ല, അങ്ങനെ എടുത്ത് കോരി വലിച്ച് കഴിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് അനുമോൾ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ അതിന് എന്തുകൊണ്ടാണെന്നറിയില്ല, ലാലേട്ടൻ അനുമോളിനെ എപ്പോഴും വന്നിട്ട് പറയുന്നത് അനുമോളിൽ ഫൈനൽ 5 വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു. കാരണം അവിടെ വേറെ കോണ്ടൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് കുറച്ചും കൂടി സ്ക്രീൻ പ്രസൻസ്, സ്ക്രീനിൽ അനുമോൾ വരും. അപ്പോൾ അതിനൊക്കെ ആയിരിക്കും അനുമോൾ അതിനായിരിക്കും ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ലക്ഷ്മി പറഞ്ഞ രസം, ഞാൻ ലാലേട്ടൻ അന്ന് മട്ടൺ 3 പീസ് കഴിച്ചു, ഇന്നും 3 പീസ് കേക്ക് കഴിച്ചു, ഇവരാരും അറിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് വേണ്ടത് നമ്മളെടുത്ത് മര്യാദയ്ക്ക് കഴിക്കുക. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞങ്ങൾ ശ്രദ്ധിച്ചോ, കേക്ക് കഴിക്കുന്നത് ശ്രദ്ധിച്ചു, സൈലൻ്റായിട്ട് മാറിയിരുന്നിട്ട് എടുത്ത് കഴിക്കുന്നത് കണ്ടു. ലാലേട്ടൻ ഇതുപോലെ ചെയ്യാൻ പഠിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ ലാലേട്ടൻ, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അനുമോളുടെ ഭാഗത്താണ് ഈ കാര്യത്തിൽ ഞാൻ എന്തായാലും ഇത്രയും പേര് നിൽക്കുമ്പോൾ ഇത് ഞാൻ കണ്ടു, സ്പൂൺ എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് കോരി എടുത്ത് കഴിക്കുന്നത്, എന്താ ഇത്ര ആക്രാന്തം. അപ്പോൾ അങ്ങനെ അത് സംസാരിച്ചു, അത് തീർന്നു. പിന്നെ ലക്ഷ്മിയുടെ കുഞ്ഞിനെ കാണിക്കാത്ത കാര്യത്തിന് അപ്പോൾ അതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത്, അതെന്താണെന്നറിയില്ല. അത്രയ്ക്ക് വലിയ റൂൾസ് ഇതിപ്പോൾ വേറൊന്നും അല്ലല്ലോ. ഒരു പ്രോഗ്രാമുകൾക്ക് വന്നിട്ട് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി എന്ന് കാണിച്ചിരുന്നെങ്കിൽ അതിനകത്ത് വന്നിരുന്നെങ്കിൽ ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. അത് ചെയ്തില്ല, അതിനൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അനുമോളെ വീണ്ടും കൊട്ടുന്നത് കണ്ടു, അനുമോളിനെ ലാലേട്ടൻ എന്താ ഫാമിലി മൊത്തം കരച്ചിലാണോന്ന് വെച്ചാൽ, അത് ചില ഫാമിലി അങ്ങനെയാണ്, പെട്ടെന്ന് കരഞ്ഞു പോകും. അതങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യത്തിന് മതി ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരയും. ഞാൻ എന്നിട്ട് എന്തിനാ അമ്മ നിങ്ങളിങ്ങനെ കരയുന്നതെന്ന് ചോദിക്കും. ചില ഫാമിലി അങ്ങനെയല്ല ലാലേട്ടൻ കൊടുങ്കാറ്റ് വന്നാലും അങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുന്ന ആളാണ് ലാലേട്ടൻ്റെ എല്ലാ ആ രീതിക്ക് അങ്ങോട്ട് വിട്ട്. ലാലേട്ടൻ തന്നെ പറയാറുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെയാണ് ലാലേട്ടൻ. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ അനുമോളുണ്ടായത്. എപ്പോഴും അനുമോളിനെ വന്ന് കൊട്ടുന്നുണ്ടെന്നല്ല ലാലേട്ടൻ, അതുകൊണ്ട് വലിയ ചെറുതായിട്ടാണെങ്കിലും പറയുന്നുണ്ട്. പിന്നെ അതിൽ വേറെ ലാലേട്ടന് ഭയങ്കരമായിട്ട് സ്നേഹമുള്ള 2 പേര് ആദില എന്ന് പറയുന്നത്. കാരണം അവരോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് ലാലേട്ടന്. കാരണം എല്ലാവരും ഒരുപാട് കുടുംബങ്ങളെ കിട്ടിയല്ലോ, ഒരുപാട് ജ്യേഷ്ഠന്മാരെ കിട്ടിയല്ലോ, ഒരുപാട് അമ്മമാരെ കിട്ടിയല്ലോ എന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതെന്താണെന്നറിയില്ല ലാലേട്ടൻ അവരോട് എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. ഇപ്പം നമ്മൾക്കൊക്കെ അവരെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ആയിരിക്കും ലാലേട്ടനൊരു പ്രത്യേകതരം ഇഷ്ടമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അവരോട്, ആതിരയോടും നോറയോടും സംസാരിക്കുമ്പോൾ മാത്രം. പിന്നെ കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല ഈ എപ്പിസോഡിൽ ഇന്ന് നടന്നതിൽ. ആരുടെ വഴക്കും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞതിൽ എന്തായാലും അത് ഇഷ്ടമായി പറഞ്ഞാൽ പെരുത്ത് ഇഷ്ടമായി. കാരണം ബിഗ് ബോസിന് അത് കിട്ടേണ്ടതാണ്. ബിഗ് ബോസ് എല്ലാവരും സമന്മാരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് എല്ലാവരും സമന്മാരെന്നെ ആയിരിക്കില്ല ബിഗ് ബോസിന്. പിന്നെ ബിഗ് ബോസിന് അവിടെ പുറത്ത് കൊണ്ടുപോകാനുള്ള കോണ്ടന്റ് ആര് കൊടുക്കുന്നു, എങ്ങനെ വിജയിക്കുമെന്ന് വിചാരിക്കുന്ന കോണ്ടന്റ് കൊടുക്കുന്നു, അവരെ പുറത്തെടുത്ത് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ.